ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ഈവനിങ് വ്ലോഗാണ്. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നല്ല നല്ല കമൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളിലും സംശയമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരു വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. പറയാൻ പറ്റുന്നതൊക്കെ പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളെ കമൻസും ലൈക്സും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായാലും ഇല്ലേലും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്നിപ്പം കുറച്ചധികം തന്നെ ജോലികളുള്ളതിനെ കൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറി. മകൾക്ക് ഈവനിങ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം. കാരണം അവർക്ക് നല്ല വിശപ്പായിരിക്കും. വന്നു കഴിഞ്ഞാൽ നല്ല വിശപ്പിലാണ് വരിക. വന്നപാട് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുട്ട 2 ഒടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇതൊന്ന് മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മുട്ട പൊരിച്ചെടുക്കുന്നില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് വെജീസ് ചേർക്കുന്നേ ഉള്ളൂ. അപ്പം ഒരു ചെറിയൊരു ഉഡായിപ്പ് സാൻഡ്വിച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം. ഞാനിതാ നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയൊരു വലുപ്പത്തിൽ ഒന്ന് ചെയ്തെടുക്കുകയാണ്. 2 ആൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചീസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സോസും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്തെടുക്കുകയാണ്. ബ്രെഡൊന്ന് 2 ഭാഗമൊന്ന് ബട്ടറിലൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചീസ് വെച്ച് ചീസ് ആ ഒരു ഇതിൽ തന്നെ ചൂട് കിടന്നിട്ട് തന്നെ മെൽട്ടായിക്കോളും. മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഡ്രസ്സ് മാറുന്ന തിരക്കിലാണ്. തന്നെ രണ്ടാളും അങ്ങ് മാറിക്കോളും. ഡ്രസ്സ് മാറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളും. ചില സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കലുള്ളൂ. എന്നാലും കുറവാണ്. അവർ തന്നെയാണ് എല്ലാം ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ. വന്നു കഴിഞ്ഞാൽ അവരെ വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങളും പ്ലേറ്റ് പാത്രം അങ്ങനത്തെ ലഞ്ച് ബോക്സും ഒക്കെ എടുത്തിട്ട് അവർ തന്നെ കൊണ്ടുവച്ചോളും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തോളേ. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശീലിപ്പിച്ചതാണ്. അങ്ങനെ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ശീലിപ്പിച്ചതാണ്. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണല്ലോ, കുട്ടികളെ ഇപ്പോഴേ പഠിപ്പിക്കുന്നത്. അപ്പം അവർ ചെറിയ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ അവർക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് പഴം ഇരിപ്പുണ്ടേന്, നമ്മുടെ കുറച്ചധികം തന്നെ പഴുത്തുപോയ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതുണ്ടേന്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു സ്നാക്ക് വേഗം ആക്കി വെക്കാം. നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ ആക്കി ചായയും കുടിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം തന്നെ പഴം പൊരിച്ചെടുക്കുകയാണ്. പേട്ടനിപ്പം വരും. വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പുല്ല് പറിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണമല്ലേ വരുന്നത്. അപ്പോൾ വേഗം തന്നെ എല്ലാം ക്ലീനാക്കി അടിപൊളിയാക്കി ഇടണമെന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റാർട്ടിങ് പുറത്തുനിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിച്ചു. പുല്ല് അത്യാവശ്യം നന്നായിട്ട് പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണമെങ്കിൽ കുറച്ചൊരു പാടാണ്. കാരണം മഴ പെയ്ത് ഒരിക്കൽ പറിച്ചതാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ പുല്ല് രണ്ടാമത്തേലും വന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ രാവിലെ പറിച്ചായിരുന്നു. അതിൻ്റെ ബാക്കിയാണിപ്പോൾ വൈകുന്നേരത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏതായാലും ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രീ ആയതിന് ശേഷം അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചായയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏതായാലും മക്കൾ പുറത്തേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി അവരങ്ങനെ കളിക്കട്ടെ, അവർക്ക് ഇപ്പോൾ ചായയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അവർ കഴിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ചായയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീനാക്കി കഴിഞ്ഞാലൊരു സമാധാനമാണ്. അപ്പോൾ ഏട്ടനും ഉണ്ടാകുമ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു സമാധാനമാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരാൾ വർത്തമാനം പറയാനാണെങ്കിലും ഉണ്ടാകുന്ന ഒരു സന്തോഷമാണല്ലോ. പിന്നെ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ ആ ഒരു ചെറിയ ഭാഗം കണ്ടില്ലേ, കുറച്ച് ഉണങ്ങിക്കിടക്കുന്നൊരു ഭാഗം, ആ കല്ല് നിൽക്കുന്ന അവിടെ വരെ ഞാൻ രാവിലെ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ ബാക്കിയാണ് ഏട്ടൻ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ ഉണ്ട്, പിന്നെ ഇപ്പുറത്തൊരു സൈഡുണ്ട്. ഈ ഒരു ഭാഗമാണ് പുല്ല് പറിക്കാനായിട്ടുള്ളത്. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരൊറ്റ വാശിയിലാണുള്ളത്. മുറ്റം ഒന്ന് ക്ലീനാക്കി എടുക്കണമെന്ന്. അപ്പം ഏതായാലും ഇവിടെ പുല്ല് വരലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരും. ഒരാഴ്ച വേണ്ട പുല്ല് വരാനായിട്ട്, വേഗം തന്നെ വരും. അപ്പം ഞാൻ ഇരുന്നിട്ടുണ്ട് പറിക്കാനായിട്ട്. വേഗം തന്നെ പറിക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഉറപ്പുള്ള എന്താ പറയുക, ജില്ലയിൽ വായനെക്കൊണ്ട് കൈ നല്ല വേദന ഉണ്ടായിരുന്നു. പറിച്ചൊക്കെ കഴിഞ്ഞപ്പം ഭയങ്കര വേദനയാണ് കൈക്കെല്ലാം. എന്തായാലും ക്ലീൻ ആക്കാണ്ട് പറഞ്ഞ വൃത്തിയില്ലല്ലോ. അപ്പോൾ ഏതായാലും പറിക്കുന്നുണ്ട്. ഇനി വരാണ്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു.
എന്നാലും ഉണ്ടാവും, എന്നാലും വരാണ്ട് നോക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഏതായാലും പുല്ല് പറിക്കൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പരിസരമൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കുമ്പോൾ ഒരു സമാധാനമാണ് കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ക്ലീനായ സ്ഥലത്ത് ഒന്ന് ആസ്വദിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വൃത്തിയില്ലാത്തൊരു വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സും അങ്ങനെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം? വൃത്തിയിൽ ഉള്ള ഒരു പരിസരത്തല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. വൃത്തികേടായി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിപ്പോൾ കുറച്ച് നാളായി പറിക്കണം എന്നങ്ങനെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പുല്ല് പറിക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പാടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ ഏതായാലും പുല്ല് പറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ സൈക്കിളെടുത്ത് ഇറങ്ങിയതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. ഒരു റൗണ്ട് കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയും അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം മഴയൊക്കെ ചെറുങ്ങനെ ചാറുന്നുണ്ട്. അപ്പം പുല്ല് പറിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ആ ഒരു ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെടികളുടെ കാര്യത്തിൽ കുറച്ച് പണി വേറെ ഉണ്ട്. അപ്പോൾ ഏതായാലും പുല്ല് പറിക്കൽ അങ്ങനെ നടക്കട്ടെ എന്ന് വെച്ചിട്ട് അതൊക്കെ അങ്ങ് കഴിഞ്ഞു. ഒരു സമാധാനം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ചെടി നനയ്ക്കാണ്. ഞാൻ വിചാരിച്ചു വേഗം തന്നെ എനിക്ക് അടിച്ചു വാരലും അങ്ങനെയുള്ള വിളക്ക് എത്തിക്കാനുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് മേല് കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ചെടി നനയ്ക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നീ ആ മെഷീനൊക്കെ എടുത്തുണ്ടാ നമ്മുടെ ചുമരൊന്ന് ചെറിയ ഭാഗമെങ്കിലും ഒന്ന് വാഷ് ചെയ്തിടാം. ഭയങ്കരമായിട്ട് പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. മതിലുമ്മലൊക്കെ നന്നായിട്ട് പൂപ്പലുണ്ട്. മഴേൻ്റെ ആ ഒരു സമയത്ത് വന്നതാണ്. പിന്നെ അധികം പെയിൻ്റ് അടിക്കലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂപ്പൽ വല്ലാണ്ട് വന്നിട്ടാണ്. കുറച്ചങ്ങ് പോക്കാം. ആ ഒരു നമ്മുടെ പ്രഷർ പമ്പ് ഉണ്ടല്ലോ, നമ്മൾ കാറൊക്കെ വാഷ് ചെയ്യുന്ന ആ ഒരു പ്രഷർ പമ്പില്ലേ, അത് വെച്ച് അങ്ങ് പോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ പറയും എന്നോട്, അതെടുത്തിട്ട് വാ ഇതെടുത്തിട്ട് വാ. എന്നാലും ഞാൻ എടുത്തു കൊടുക്കും. കാരണം നമുക്കൊരു ഹെൽപ്പ് കിട്ടുന്നില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടുന്നല്ലേ. അപ്പം ചെയ്യുന്ന സമയത്ത് ചെയ്യട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഇതിനിറങ്ങില്ല. പിന്നെ ഒരു ഉഷാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ചെയ്യുക. അപ്പോൾ ഏതായാലും ഞാൻ എൻ്റെ വണ്ടി ഒന്ന് വാഷ് ചെയ്തിടണേ പറ്റും, അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതൊന്ന് കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ. അപ്പം ഞാൻ വേഗം തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് അങ്ങനെയുള്ള ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടണം. വൈകുന്നേരം ഒന്ന് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് അടിച്ചു വാരിയിടലുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ മക്കൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനേതായാലും വേഗം തന്നെ അടിച്ചൊക്കെ വാരിയെടുക്കട്ടെ, വിളക്കൊന്ന് വെക്കാനുള്ളതല്ലേ. അപ്പോൾ എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലും കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാനിപ്പോൾ അകത്തേക്ക് കയറിയത്. അടിച്ചു വാരലൂടെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മേല് കഴുകാമെന്ന് വെച്ചിട്ട് കുളിക്കൽ രാവിലെ ചെയ്തതാണ്. ഇനി മേല് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം തന്നെ അടിച്ചു വാരിയെടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം കയ്യിലൊക്കെ നന്നായിട്ട് മണ്ണുണ്ട്. എത്രയൊക്കെ കഴുകിയാലും ഈ മണ്ണ് പുല്ല് പറിച്ചാൽ ഭയങ്കരമായിട്ട് മണ്ണുണ്ട്. ഞാൻ പൊതുവേ പുല്ല് പറിച്ച് കഴിഞ്ഞാൽ വേഗം പോയി അലക്കി കഴിഞ്ഞാൽ വേഗം തന്നെ ആ ചെളിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കൈയൊക്കെ കഴുകി ഉരച്ചെടുക്കണം, എന്നാലേ ആ കൈയൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിരഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും അകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞു മതി, ബാക്കി പിന്നെ ആക്കാം, കയറിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനും കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വിളക്ക് വെക്കൽ പരിപാടിയാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു നല്ലൊരു സമാധാനം കിട്ടിയേ. മുറ്റമൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര സമാധാനമായി. അപ്പോൾ ഏതായാലും ഞാൻ വേഗം തന്നെ വിളക്കെല്ലാം വെച്ചു. എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. കാരണം നമ്മൾ നേരത്തെ ചായ കുടിച്ച്, രാവിലെ എന്ന് പറയുന്നത് നേരത്തെ ചായ കുടിച്ച പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴുകി വെച്ചിട്ടില്ല. കാരണം ഈ ഒരു പണി മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഞാനത് തീർന്നിട്ട് നമുക്കകത്ത് വന്നിട്ട് കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് സാധാരണ ഞാനങ്ങനെ പെൻഡിങ് ആക്കി ഇടില്ല. കാരണം കഴുകൽ എനിക്കൊരു പാത്രങ്ങൾ അറിയാമല്ലോ, സിങ്കിൽ പാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അടിക്കടിക്ക് അങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് വേഗം കഴുകിയിടലാണ്. ഇന്നിപ്പോൾ ഏതായാലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങൾ ആദ്യം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ വേഗം കഴുകിയിട്ട്, അപ്പം നമുക്ക് ഇന്ന് ഡിന്നറിന് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതെന്തായാലും ഞാൻ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതിനെ കൊണ്ട് വേഗം തന്നെ പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഗീ റൈസും നെയ്ച്ചോറും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ചിക്കൻ ബട്ടർ മസാല ഉണ്ടല്ലോ, അതുമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഒരു വേർഷനിലാണ് ഞാൻ പിന്നെ ഓവനിൽ റൈസൊന്നും ഉണ്ടാക്കാണ്ട് ഓവൻ ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്.
പിന്നെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ടും കൂടെ തോന്നിയതാണ് ഓവനിൽ റൈസൊക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കുന്നത് ഓവനിലാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു റെസിപ്പി ഒന്ന് കാണിക്കുന്നുണ്ട്. റെസിപ്പി ആയിട്ടില്ല, സാധാരണ വെക്കുന്ന പോലെ തന്നെ, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെക്കുന്ന രീതി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. അധികം മെസ്സി ആയിട്ടൊന്നും ഇല്ല, എന്നാലും ഒന്ന് തുടച്ചിടുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. എരിവ് കുറച്ച് കുറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ കളർ കിട്ടാൻ വേണം. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെച്ചതാണ്. ഇനി അതൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ. കുറച്ചൊരു ഞാൻ അധികം സമയം വെച്ചിട്ടില്ല, ഒരു 1/4 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിതാ പിന്നെ നമ്മുടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. ആ ബട്ടറിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് 2 ഭാഗം ഒന്ന് വെന്ത് വരുന്ന രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും അതങ്ങനെ ഷാലോ ഫ്രൈ ആയിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് ഈ 2 എണ്ണം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഓവറായിട്ട് ആവാൻ പാടില്ല. 2 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 അല്ല, 1 ചേർത്തിട്ടുള്ളൂ. അധികം എരിവ് വേണ്ടെന്ന് വെച്ചിട്ട് 1 ചേർത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഈ ഒരു പിന്നെ സവാള ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കലാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മുരിഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടുപ്പ് മാറിയിട്ടുണ്ടേ. പിന്നെ ഇതിലേക്ക് നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കലാണേ. അപ്പോൾ അത് വഴണ്ട് വന്ന സമയത്ത് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഓവറായിട്ട് പൊടികളൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മൈൽഡായിട്ട് ചേർത്താൽ മതി. ഓവർ സ്പൈസി അല്ല ഈ ഒരു ഇത്. അപ്പോൾ ഞാൻ ആ ഒരു പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറിയ സമയത്ത് ഇതിലേക്ക് 2 വലിയ തക്കാളി ഒന്ന് അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കാഷ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മുരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു അടുപ്പിലേക്ക് തന്നെ നമുക്ക് റൈസിലേക്കുള്ള വെള്ളവും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈസിൻ്റെ പരിപാടിക്ക് നോക്കാം. അപ്പോൾ റൈസിലേക്കായിട്ട് നമുക്ക് സ്പൈസസ് ചേർക്കുമല്ലോ, അതങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് കയ്യിലുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ജാതിപത്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ, ബേ ലീവ്സൊക്കെ ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. നെയ്യും ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയും കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് സവാളയും ക്യാരറ്റും കൂടെ ആ ഒരു ഓയിലിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ ഓഫാക്കുമ്പോൾ പറയാം. അപ്പോൾ ഏതായാലും അതൊന്ന് വാടി വരട്ടെ. ഞാനൊന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് ഞാൻ റൈസൊക്കെ ഞാൻ ജീരകശാല റൈസാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ കയമേരി ഇല്ലേ, അങ്ങനെയൊക്കെ പറയും, നേരിയരി എന്നൊക്കെ പറയും. ആ ഒരു അരിയാണ് എടുത്തത്. അതൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസിലേക്കുള്ള വെള്ളം ഉണ്ടല്ലോ അതും തിളച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. 2 മിനിറ്റൊക്കെ ഏകദേശം എടുത്തത്. പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ അത് വഴണ്ട് വന്നിട്ടുണ്ടേനും. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് റോസ്റ്റായിട്ട് വരണം. അതിനുവേണ്ടി ഞാനൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എത്ര മിനിറ്റ് എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറയാം. ആ ഒരു കാഷ്യൂസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നതേ വെക്കണ്ടു. ഒരുപാട് ഞാൻ മൊരിച്ചെടുക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റോസ്റ്റാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ അധികം റോസ്റ്റാക്കുന്നില്ല. അപ്പോൾ ഏതായാലും അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ 1/4 ഭാഗം റൈസാണ് എടുത്തത്, അരിയാണ് എടുത്തത്. അപ്പോൾ അത് ആ ഒരു അളവിൽ നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതേ വെള്ളം തന്നെയാണ് വേണ്ടത്. അപ്പോൾ 1/4 ഭാഗം എടുത്തതിനെ കൊണ്ട് അതേ 1/4 ഭാഗം കപ്പും അതേപോലെ തന്നെ ഒരു അരക്കപ്പും കൂടിയാണ്, അതിൻ്റെ ഒരു അരക്കപ്പും കൂടിയാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അത് അളന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് കിസ്മിസും ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഉണ്ടല്ലോ, ജീരകശാല അരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അളന്ന് വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ,
അത് ആ ഒരു അളവ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3/4 ഭാഗം അരിയാണ് എടുത്തതെന്ന് പറഞ്ഞു, അതേ അളവ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഗീ റൈസിൽ നല്ല നമ്മുടെ മല്ലിയിലേൻ്റെയും പുതിനേൻ്റെയും ഒക്കെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതിനെ കൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഉപ്പൊക്കെ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു പ്ലേറ്റ് എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ടൈം ഒന്ന് സെറ്റ് ചെയ്യാണ്. മൈക്രോവേവിൽ 20 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കായി കിട്ടുമെന്ന് നോക്കാം. ഏതായാലും പിന്നെ ഞാൻ നമ്മുടെ ബട്ടർ ചിക്കനുള്ള ആ ഒരു കാര്യങ്ങൾ ചെയ്യുകയാണ്. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ മസാലയുടെ പേസ്റ്റ്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബട്ടർ കിടന്നിട്ട് നമ്മുടെ പിന്നെ അതൊന്ന് വഴണ്ട് വരണം. ആ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരണം. അപ്പോൾ ഇടക്കൂടെ തെറിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ ഒന്ന് തുണി വെച്ച് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ പറ്റി പിടിച്ച് ഗ്യാസിലൊക്കെ പറ്റി പിടിച്ച് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ക്ലീൻ ആയിട്ടുണ്ടാവും, അധികം മെസ്സി ആയിട്ട് കിച്ചണിൽ ഇരിക്കില്ല. അപ്പം നമ്മുടെ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ 11 മിനിറ്റും 43 സെക്കൻഡുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കുകയോ ഒന്ന് എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് വെന്ത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് റൈസായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല കറക്റ്റായിട്ട് കിട്ടും, നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ റൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിപറ്റുന്നതോ അങ്ങനെ ഒരു ടെൻഷനും വേണ്ട, കറക്റ്റ് റൈസായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണോ, ഓവൻ ഉണ്ടായിട്ടും ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ ബട്ടർ ചിക്കൻ്റെ പരിപാടിക്ക് നോക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയിലേക്ക്. അതൊന്ന് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവിക്ക് നമ്മൾ ഉപ്പ് കുറവായിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ആ ഒരു ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിച്ച് വരണം, നമ്മുടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വരണം. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പശുവിൻ പാലുണ്ടല്ലോ, പശുവിൻ്റെ പാല്, സാധാരണ മറ്റേ കവർ പാല്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചപ്പാലാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓവർ ലൂസാക്കിയിട്ടില്ല, കറക്റ്റ് ഗ്രേവിയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഉണ്ടല്ലോ, ഒലിവേൻ്റെ എല്ലാം ഉണക്കിയതാണ്, നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു ഗ്രേവിക്ക് ആ ഒരു ഇതിടുമ്പോൾ. കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ ഒരു ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഗ്രേവി കിടന്നിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. നമ്മുടെ കറി അവിടെ സെറ്റായി. ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കലാണേ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്, നല്ല ക്ലീനാക്കി തുടച്ചെടുക്കുകയാണ്. പിന്നെ നമുക്കധികം വലിയ ക്ലീനിങ് പരിപാടിയൊന്നുമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ അധികം മെസ്സി ആക്കാണ്ടാണ് ഞാൻ കുക്ക് ചെയ്തത്. പിന്നെ പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ, എന്തായാലും പാത്രങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും കുറവാണ്. വേഗം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ ആ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും, അതുകൊണ്ട് വേഗം തന്നെ ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ കിച്ചണൊക്കെ നന്നായിട്ട് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. പിന്നെ കുറച്ച് ചില്ലറ പരിപാടിയും കൂടെ ഉണ്ട്. പിന്നെ ഏട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേനും വൈകുന്നേരം ഞാനിങ്ങനെ 2-3 ദിവസം കൂടുമ്പം ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ വാങ്ങാൻ പറയലാണ്. അപ്പം ഏതെങ്കിലും മുട്ടയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർന്നില്ല, അപ്പോൾ അതൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് അതൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ അടുപ്പിൻ്റെ അടുക്കേക്ക് മാറ്റി വെച്ചതാണ്. ഇതെന്തായാലും ചെയ്തിട്ട് ഫുഡൊക്കെ ആക്കണമല്ലോ, മക്കൾക്ക് എന്തായാലും നാളെ സ്കൂളിലതാണ്. അപ്പോൾ അത് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണ്ടേ അവരെ ഉറക്കാൻ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ട് വേഗം തന്നെ ആ കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കട്ടെ, ഒരുമിച്ചിരുന്ന് കഴിക്കലാണ്, രാത്രിത്തെ ഫുഡ് അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കലാണ്. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി കറിയായിരുന്നു. എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, ഗീ റൈസും അതേപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കനും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ട്. നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഓൾറെഡി കാര്യങ്ങളൊക്കെ റെഡിയാണ്. ദോശമാവും കാര്യങ്ങളൊക്കെ ഉണ്ട്, തലേദിവസത്തെ അരച്ചുവെച്ച ദോശമാവുണ്ട്. ദോശമാവിന് നമ്മുടെ ഉഴുന്ന് ദോശ ഉണ്ടല്ലോ, അതിൻ്റെ മാവുണ്ട്. അപ്പോൾ ഏതായാലും
രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ചമ്മന്തി പൊടിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ദോശയും ചമ്മന്തി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പം ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ല കുറച്ച് മുട്ടയും അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുട്ടയും കുറച്ച് ഇഞ്ചി, കുറച്ച് മുന്തിരി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കലാണ്. മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആ ഒരു കൊട്ടയിൽ അങ്ങനെ വെക്കലാണ്. വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അടുത്ത് ഫ്രിഡ്ജിൽ വെക്കുള്ളൂ. ഞാൻ ഇതേപോലെ തന്നെയാണ് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരിയും ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ കഴുകി വെള്ളം വറ്റിയതിന് ശേഷം എടുത്ത് വെക്കലാണ്. മിക്കവാറും അത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെക്കുക ചെയ്യാം. അപ്പോൾ ഇതിനിപ്പോൾ ഇഞ്ചി ഒന്ന് കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉരച്ച് കഴുകി ക്ലീൻ ആക്കുന്നുണ്ട്. ഇനി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഒരു പച്ചക്കറിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോക്സ് ഉണ്ട്, അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കുറച്ച് മുന്തിരി ഇരിപ്പുണ്ട്, അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കലാണ്. അതിനുശേഷം കഴുകി ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏതും വേവിച്ചൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുന്നേ ഉള്ളൂ. കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കുട്ടികളൊപ്പം കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഇരിക്കണം കുറച്ച് സമയം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് അറിയിക്കുക, ഒക്കെ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.